ജനങ്ങളെ സേവിക്കാൻ ഒരു MLA ആകണമെന്ന് നിർബന്ധമില്ലെന്നും പൊതുപ്രവർത്തനം ഏത് രീതിയിലും തുടരാമെന്നും കൊല്ലം MLAയും നടനുമായ M മുകേഷ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ സജീവമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പാർട്ടിയാണെന്ന് മുകേഷ് പറഞ്ഞു. പാർട്ടി തനിക്ക് നൽകുന്ന റോളുകൾ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കി തിരികെ നൽകുന്നു എന്നതാണ് തന്റെ ശൈലിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളോട് വളരെ പക്വമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. സീറ്റ് നൽകിയാൽ അപ്പോൾ നോക്കാമെന്നും എന്നാൽ വീണ്ടും മത്സരിക്കണമെന്ന് താൻ ഒരിക്കലും ആരോടും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി മത്സരിക്കാൻ അവസരം നൽകിയാലും ഇല്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനത്തിൽ തനിക്ക് എതിർപ്പില്ല. കഴിഞ്ഞ 2 തവണയും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം താൻ ഭംഗിയായി നിറവേറ്റിയെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും മുകേഷ് പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികൾക്ക് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ അഴിച്ചുപണിക്കാണ് CPIM ഒരുങ്ങുന്നത്. പുതുരക്തത്തെ ഇറക്കി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനാണ് പാർട്ടിയുടെ പ്ലാൻ. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ യുവ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലവിലെ പല മുതിർന്ന MLAമാരും മാറി നിൽക്കേണ്ടി വരും. കൊല്ലം മണ്ഡലത്തിൽ മുകേഷിന് പകരം യുവ നേതാവ് ചിന്ത ജെറോമിനെ പരിഗണിക്കാനാണ് സാധ്യത. മുകേഷിന്റെ സിനിമാ തിരക്കുകളും മറ്റു വിവാദങ്ങളും കണക്കിലെടുത്ത് മണ്ഡലത്തിൽ കൂടുതൽ സജീവമായ ഒരാളെ കൊണ്ടുവരാനാണ് പാർട്ടി നീക്കം. യുവ നേതാക്കൾ എത്തുന്നതോടെ പ്രവർത്തകർക്കിടയിൽ പുതിയ ഊർജം ഉണ്ടാകുമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുമെന്നും CPIM കണക്ക് കൂട്ടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ മണ്ഡലത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. നിലവിൽ LDF ഘടകകക്ഷിയായ NCPയുടെ കൈവശമുള്ള സീറ്റാണത്. ഏലത്തൂർ സീറ്റ് NCPയിൽ നിന്ന് CPM ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നടന്നില്ലെങ്കിൽ വസീഫിനെ കുന്നമംഗലം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനും പാർട്ടിക്ക് ആലോചനയുണ്ട്. കണ്ണൂർ ജില്ലയിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ സനോജ് എത്തുന്നതോടെ യുവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. മുൻ മന്ത്രി KK ശൈലജ ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിൽ സനോജിനെ മട്ടന്നൂരിൽ നിന്ന് ജനവിധി തേടാൻ അനുവദിക്കും. അല്ലാത്തപക്ഷം തളിപ്പറമ്പ് മണ്ഡലമാണ് സനോജിനായി കണ്ടുവച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ SFI അഖിലേന്ത്യാ മുൻ പ്രസിഡന്റ് VP സാനുവിനെ ഇറക്കാൻ പാർട്ടി ആലോചിക്കുന്നു. KT ജലീൽ മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ സാനുവിന് നറുക്ക് വീഴും. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മണ്ഡലത്തിൽ SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പേരാണ് പരിഗണനയിലുള്ളത്. ആർഷോ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യതയുള്ള യുവ നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടക്കാമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. അതേസമയം മുകേഷിനെ പോലുള്ള പ്രമുഖർ മാറി നിൽക്കുന്നത് മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. എന്നാൽ മുകേഷിന്റെ തന്നെ നിലപാട് പാർട്ടിക്കും ആശ്വാസമായിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് സജീവമായ മുകേഷിനെ പാർട്ടിക്ക് മറ്റ് രീതികളിൽ ഉപയോഗിക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്കും കൈമാറുന്നതോടെ മാത്രമേ വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ പാർട്ടിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കാനാണ് CPM സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള നീക്കം. എന്തായാലും മുകേഷിന്റെ പ്രസ്താവനയും യുവ നേതാക്കളുടെ കടന്നുവരവും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.